ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നിങ്ങൾക്കെല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ദൈവം നിങ്ങളെ എല്ലാവരെയും സമൃദ്ധമായിട്ട് ഈ പ്രഭാതത്തിൽ അനുഗ്രഹിക്കട്ടെ. വളരെ മനോഹരമായ പുതിയ പ്രഭാതം ദൈവം സമ്മാനമായി തന്നിരിക്കുകയാണ്. ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. സോ സ്മൈൽ ആൻഡ് സ്റ്റാർട്ട് യുവർ ഡേ വിത്ത് ജീസസ്. ഈ എപ്പിസോഡിലേക്ക് നിങ്ങളെ സ്നേഹത്തോടെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഞാൻ സിബി വർഗീസ്. ഇന്നലെ നമ്മളൊക്കെ പഠിച്ച വചനം ഓർക്കുന്നുണ്ടോ? ആ വചനം 119 സങ്കീർത്തനം അതിൻ്റെ 11 വാക്യമായി. ബുക്ക് ഓഫ് സാംസ് ചാപ്റ്റർ 119 വേഴ്സ് 11. അതായിരുന്നു നമ്മൾ ഇന്നലെ പഠിച്ചത്. അങ്ങേക്കെതിരായി പാപം ചെയ്യാതിരിക്കേണ്ടതിന് അങ്ങയുടെ വചനം ഞാൻ എൻ്റെ ഹൃദയത്തിൽ സൂക്ഷിച്ചിരിക്കുന്നു, അല്ലേ? ദൈവത്തിനെതിരായി പാപം ചെയ്യാതിരിക്കാൻ ദൈവവചനം നമുക്ക് ആവശ്യമാണ്. ദൈവവചനത്തിൽ നാം ജീവിക്കേണ്ടതുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് നാം പഠിക്കുന്ന വചനം ഹെബ്രായർക്ക് എഴുതപ്പെട്ട ലേഖനമാണ്. ഹെബ്രായർക്ക് എഴുതപ്പെട്ട ലേഖനത്തിൽ അതിൻ്റെ 4 അധ്യായം, ഇത് വചനവുമായി ബന്ധപ്പെട്ട വചനങ്ങളാണ് ഞാൻ നിങ്ങളുമായി. അതായത് വചനം എത്രമാത്രം പ്രാധാന്യം നമ്മുടെ ജീവിതത്തിൽ നൽകുന്നു, നമ്മുടെ ജീവിതത്തെ വചനം എത്രമാത്രം മറ്റുള്ള എന്തിനേക്കാളും അധികമായിട്ട് വചനം നമ്മുടെ ജീവിതത്തിൽ എത്രമാത്രം നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കുന്നു, നമ്മെ നയിക്കുന്നു, നമുക്ക് ശക്തി പകരുന്നു. ഇതാണ് നാം കാണുന്നത്. ഇന്ന് നാം കാണുന്നത് ഹെബ്രായർക്ക് എഴുതപ്പെട്ട ലേഖനം അതിൻ്റെ 4 അധ്യായം 12 വാക്യം. ദ ലെറ്റർ ടു ദ ഹീബ്രൂസ് ചാപ്റ്റർ 4 വേഴ്സ് 12. ഹീബ്രൂസ് 4:12. അതിങ്ങനെയാണ് പറയുക: ദൈവത്തിൻ്റെ വചനം സജീവവും ഊർജ്ജസ്വലവുമാണ്. ദൈവത്തിൻ്റെ വചനം സജീവവും ഊർജ്ജസ്വലവുമാണ്. ഇരുതല വാളിനേക്കാൾ മൂർച്ചയേറിയതും ചേതനയിലും ആത്മാവിലും സന്ധിബന്ധങ്ങളിലും തുളച്ചു കയറി ഹൃദയത്തിൻ്റെ വിചാരങ്ങളെയും നിയോഗങ്ങളെയും വിവേചിക്കുന്നതുമാണ്. എത്ര മനോഹരമായിട്ട് പറഞ്ഞു വെച്ചിരിക്കുകയാണ്. ദൈവത്തിൻ്റെ വചനം സജീവമാണ്, ഊർജ്ജസ്വലമാണ്, എപ്പോഴും സജീവമാണ്, ജീവനുള്ള, അതായത് പ്രവർത്തന നിരതമാണ്. നമ്മുടെ ജീവിതത്തെ അതത്രമാത്രം സ്വാധീനിക്കുകയും നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുകയും, കാരണം വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ച ഈശോ തന്നെ നമ്മുടെ ജീവിതത്തിൽ ജീവനുള്ളവനായി പ്രവർത്തിക്കും. മറ്റെന്ത് വായിച്ചാലും, ദൈവവചനമല്ലാതെ നമ്മളൊരു നോവലോ ഒരു കഥയോ എന്ത് വായിച്ചാലും നമുക്ക് ലഭിക്കാത്ത ഒരു ആനന്ദം, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവവചനം വായിക്കുമ്പോഴുണ്ട്. വചനം പറയുകയാണ്, ദൈവത്തിൻ്റെ വചനം സജീവവും ഊർജ്ജസ്വലവുമാണ്, മൂർച്ചയേറിയതും ചേതനയിലും സന്ധിബന്ധങ്ങളിലും ആത്മാവിലും സന്ധിബന്ധങ്ങളിലും തുളച്ചു കയറി ഹൃദയത്തിൻ്റെ വിചാരങ്ങളെയും നിയോഗങ്ങളെയും വിവേചിക്കുന്നതുമാണ്. The word of God is living and active. The word of God is living and active, sharper than any two-edged sword, piercing until it divides soul from spirit, joints and marrow. It is able to judge the thoughts and intentions of the heart. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അത് നമ്മുടെ സന്ധിബന്ധങ്ങളെ, നമ്മുടെ വിചാരങ്ങളെ തുളച്ചു കയറി അത് നല്ലത് ചീത്തയത് എന്ന് വിവേചിച്ച് തിരിച്ചറിവ് നൽകി നമ്മെ നയിക്കുന്നത്. തെറ്റായ പാതയിൽ നയിക്കാതെ, തെറ്റായ പാതയിൽ ചരിക്കാതെ നല്ല ഒരു പാതയിൽ നയിക്കാൻ ദൈവം നമ്മെ സഹായിക്കുന്നത്. അതുകൊണ്ടാണ് വചനം വായിക്കണം, വചനത്തിൽ ജീവിക്കണം, വചനത്തോട് ചേർന്ന് നിൽക്കണം എന്നൊക്കെ പറയുന്നത്. സാധിക്കട്ടെ, നിങ്ങൾക്ക് ഓരോരുത്തർക്കും അത് സാധിക്കട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവം നിങ്ങളെ എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ആമേൻ.